ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റ്. നിങ്ങളുടെ കുട്ടികളെ ആശ്രയിക്കാതെ റിട്ടയർമെന്റ് ലൈഫ് നേടാനുള്ള സീക്രട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, 60 വയസ്സിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾക്ക് മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ. വളരെ ദയനീയമാണല്ലേ? അവര് തരുമോ ഒന്നും അറിയാതെ, തരുമോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെയധികം വിഷമം തോന്നും അല്ലേ? ഒരുപാട് പാരന്റ്സ് അവരുടെ ഡ്രീംസ് ഒക്കെ സാക്രിഫൈസ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അവരുടെ വിചാരം ഇത് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം കുട്ടികൾ അവരെ സംരക്ഷിക്കുമെന്നാണ്. എന്നാൽ അത് പ്രായോഗികമാണോ? ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, പലയിടത്തും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച പാരന്റ്സ് പിന്നീട് വൃദ്ധസദനത്തിലോ മറ്റുള്ളവരെ ആശ്രയത്തിലോ ജീവിക്കേണ്ടി വരുന്നത്. കാരണം കുട്ടികൾക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവരുടേതായ എക്സ്പെൻസ് ഉണ്ട്. പല ആളുകളും ജോലിയും മറ്റുമായിട്ട് അന്യനാടുകളിലേക്ക് പോവുകയും ചെയ്യും. അവർക്ക് ഇവിടെ നിന്ന് പാരന്റ്സിനെ നോക്കാനോ അവരുടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പാരന്റ്സിന് എന്തെങ്കിലും കൊടുക്കാനോ പോലും കഴിയാറില്ല. അവരുടെ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ചോദിച്ചു പുറകെ നടന്ന് വാങ്ങുന്നതിലോ കാര്യമില്ല. അവരറിഞ്ഞു തന്നാൽ അത് വലിയ കാര്യം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ല, അവർക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം, പ്രപഞ്ചത്തിൽ നോക്കിയാൽ കാണാം, പക്ഷികളെല്ലാം അവര് പക്ഷി കുഞ്ഞുങ്ങളെ പറക്കാറായ കൊത്തി കൂട്ടിൽ നിന്നും കൊത്തി താഴെ ഇടുന്നത് കാണാം. കാരണം അവരെ പറക്കാൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് അവരെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും നോക്കാറില്ല. ഇപ്പൊ നമ്മൾ നാട്ടിൽ നോക്കിയാൽ കോഴികളെയൊക്കെ കണ്ടാൽ അറിയാം, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൂടെ കൊണ്ട് നടക്കും, അത് തീറ്റയും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധിയായ അതുങ്ങളെ കൊത്തി ഓടിക്കുകയാണ്. കാരണം അവരെ സ്വയം ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണ് അതുകൊണ്ട്. അല്ലാതെ അവരെ ഉപേക്ഷിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നീട് അവരെ ആരും മക്കളെ ആശ്രയിച്ച് ജീവിക്കാനൊന്നും പോകാറില്ല. അതേപോലെ തന്നെയായിരിക്കണം നമ്മളും. നമ്മൾ നമ്മളെ കുറിച്ച് ആദ്യം ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളത് കരുതി വയ്ക്കുക. ഒപ്പം മക്കളെ വളർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയുള്ളതും കൂടി നമ്മൾ സ്വരൂപിക്കേണ്ടത് ആവശ്യമാണ്. മക്കളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ അവരുടെ പ്രാപ്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആശ്രയിച്ച് ജീവിക്കാമെന്ന് നമ്മൾ സ്വപ്നം കാണാതിരിക്കുക. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ആയിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് നമുക്കും നമ്മുടെ ഫാമിലിക്കുമുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ സുരക്ഷിതമായ റിട്ടയർമെന്റിന് വേണ്ടി തയ്യാറെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഗൈഡൻസിനും സജഷനും ഞങ്ങളെ ഫോളോ ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.